നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ലാർജ് ലാംഗ്വേജ് മോഡലുകളിൽ ഉപയോഗിക്കുന്ന റോട്ടറി പൊസിഷൻ എൻകോഡിങ്ങിനെ കുറിച്ചിട്ടാണ്. റോപ്പ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആബ്സലൂട്ട് പൊസിഷൻസ് കൂടാതെ റിലേറ്റീവ് പൊസിഷൻ കൂടി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ടോക്കൺസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഒരു പ്രശ്നം വന്നപ്പോഴാണ്. അപ്പം ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചാറ്റ്ജിപിടിയിലേക്ക് നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ക്യാറ്റ് സാറ്റ്. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ക്യാറ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് 0-ലും അതുപോലെ ഈ സാറ്റിൻ്റെ ലൊക്കേഷൻ അത് 1-ലുമാണ്. MN എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഇതെങ്ങനെയാണ് ചാറ്റ്ജിപിടി മനസ്സിലാവുക, അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ലാമ ആയിക്കോട്ടെ, ഗ്രോക്ക് ആയിക്കോട്ടെ, ക്ലൗഡ് ആയിക്കോട്ടെ. അപ്പം ഇതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് റോട്ടറി പൊസിഷൻ എൻകോഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിത്ത് റൊട്ടേഷൻ. നമുക്ക് M ആൻഡ് N നമുക്ക് കിട്ടി. ഇതുകൂടാതെ ഒരു റൊട്ടേഷൻ കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ റിലേറ്റീവ് പൊസിഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്യാറ്റ് എന്ന് പറയുന്നത് ആദ്യം എംബഡിംഗ് വെക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യും. അത് ഫോർ എക്സാമ്പിൾ 0.1, 0.2 എന്ന് വിചാരിക്കാം. അതുപോലെ സാറ്റിനെയും എംബഡിംഗ് വെക്ടേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം. 0.8, 0.9. ഇനി ഇതിനെ നമുക്ക് ക്വയറി കീ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതിലേക്ക് ഇൻഡെപ്ത് പോകുന്നില്ല. അത് നമുക്ക് നോക്കേണ്ടത് ക്വയറിയാണ്. ക്വയറി എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്താണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അതാണ് ക്വയറി എന്ന് പറയുന്നത്. കീ എന്ന് പറയുന്ന ഏതിലാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അതായത് ഏതാണോ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സാറ്റാണ്, അപ്പോൾ ക്യാറ്റും സാറ്റും തമ്മിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, എത്രത്തോളം സ്കോർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുക, അതിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക. അപ്പോൾ ക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണോ നമ്മൾ ഫോക്കസ്, എന്താണ് നമ്മുടെ ക്വയറി, അതാണ് ക്വയറി എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ആണ് കെ എന്ന് പറയുന്നത്, ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോവാണ്, ഒരു നൈറ്റ് പാർട്ടി. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് ചോദിക്കാണ് എത്ര പേർക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. ദാറ്റ്സ് യുവർ ക്വയറി. ഇപ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം എന്ന് പറയുന്നു, അത് അയാളുടെ കീ ആണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡാൻസ്, ലൈക്ക് വെസ്റ്റേൺ, കോണ്ടംപററി, ഡിഫറെന്റ് സ്റ്റൈൽസ് ഏതൊക്കെ അറിയോ എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയണത് എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇതാണ് വാല്യൂ. അപ്പോൾ ക്വയറി കീ വാല്യൂന്റെ കൺസെപ്റ്റ് ഇതാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ക്യൂ എന്ന് പറയുന്നത് ഒബ്സർവറും കെ എന്ന് പറയുന്ന ഒബ്സർവ്ഡും, എന്താണോ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് സാറ്റ്. അപ്പോൾ ഒബ്സർവർ എന്ന് പറയുന്ന ക്യാറ്റ് ആണ്. സോ ക്യാറ്റിൽ നിന്ന് ചാറ്റിലേക്ക് നോക്കുകയാണ് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എനിവേ, സോ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ക്വയറി വെക്ടറാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു റാൻഡം ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നതാണ്. 0.7, 0.6. ഇതിൽ നമ്മൾ കെ എന്ന് പറയുന്നത് 0.3, 0.4. ഇനി നമ്മൾ നോക്കുന്നത് ഇത് തമ്മിലുള്ള ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആംഗിൾ എന്നുള്ള നമ്മളിപ്പോൾ തൽക്കാലം ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ആൽഫ ഈക്വൽ ടു എം മൾട്ടിപ്ലൈഡ് ബൈ തീറ്റ. അപ്പോൾ ഈ തീറ്റ എന്താണ്? ആക്ച്വലി തീറ്റ ഇസ് കോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മളൊരു ഒരു കോംപ്ലക്സ് പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമാജിനറി നമ്പറും ഇവിടെ റിയൽ ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഒറിജിനൽ, സോ ഒറിജിനൽ ഇത് ഒറിജിനൽ സ്പേസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ ഇത് അപ്പൊ ഇവിടെ നമ്മൾ ഇത് 0.7 പ്ലസ് 0.6J എന്ന് എഴുതാം. ഇതിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ക്യൂ റൊട്ടേറ്റ് എന്ന് പറയാം നമുക്ക്. അപ്പൊ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഇത് നമ്മൾ 0.7 പ്ലസ് 0.6J കൂടെ e⁻⁰ തീറ്റ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് 0.7 ആൻഡ് 0.6 വേറൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തും.
ഇ റേസ് ടു ഐ എം തീറ്റ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാണ്. അതുവഴി ഒരു ആംഗിൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ തീറ്റ എന്താണ് ആക്ച്വലി? തീറ്റ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ആംഗിൾ പെർ സ്റ്റെപ്സ് നമ്മൾ പറയും. അതെന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 1/10,000 റേസ് ടു 2i/d ആണ്. അപ്പോൾ ഇവിടുത്തെ ഐ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഐ എന്ന് പറയുന്നത് ഈ 0.7 0.6നെ നമ്മളൊരു പെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ 0 ആണ്. അപ്പൊ ഐ ഈക്വൽ ടു 0. ശരിക്കും ക്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 0.7 0.6 0.001 0.08 എന്നൊക്കെ പറഞ്ഞു പോവാം. അപ്പൊ ഇത് പേഴ്സുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഇത് ഐ ഈക്വൽ ടു 0, ഇത് ഐ ഈക്വൽ ടു 1 ആൻഡ് സോ ഓൺ. ഓക്കെ, സോ നമ്മൾ നോക്കുന്നത് ഈ ഒരു കേസാണ്. ഇതിൽ നമ്മുടെ ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് അറിയാലോ. ഇവിടെ നമ്മൾ ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് ആദ്യത്തെ കേസിൽ, 0.7 0.6 ജെ കേസിൽ. അങ്ങനെയാകുമ്പോൾ 1/10,000 റേസ് ടു 0 is 1, that is theta equal to 1. ആൻഡ് എം എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 0 ആണ്, കാരണം അത് 0th പൊസിഷനിലാണ് നമ്മൾ എഴുതിയിരുന്നത് അവിടെ. അപ്പോ എം എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ എം തീറ്റ എന്ന് പറയുന്നത് 0 ആകും. ഇ റേസ് ടു ഐ എം തീറ്റ എന്ന് പറയുന്നത് 1 ആകും. എനിത്തിങ് റേസ് ടു 0 is 1, which means 0.7 പ്ലസ് 0.6 ജെ തന്നെയായിരിക്കും റൊട്ടേഷൻ കിട്ടുന്ന വാല്യൂ. നമുക്ക് സെഡ് ഡാഷ് എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ അതിനർത്ഥം ഇത് വലിയ മാറ്റമില്ല, അത് റൊട്ടേഷൻ ഒന്നും നടക്കുന്നില്ല എന്നർത്ഥം. 0.7 0.6. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കെന്റെ കേസിലെടുക്കാം. അപ്പോൾ കെ എന്ന് പറയുന്നത് കീ ആണ് ഈ ഒരു പാർട്ട്. ഇത് പക്ഷേ എമ്മിന്റെ വാല്യൂ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെ ആവുമ്പോൾ എം സീറ്റ, ബാക്കി ഐ എന്ന് പറയുന്നത് 0 തന്നെയാണ്, പെയർ ആണ്. ഐ വിൽ ബിക്കം 0, ഇറ്റ് ഡസന്റ് മാറ്റർ. അങ്ങനെ ആവുമ്പോൾ എം സീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൾട്ടിപ്ലൈഡ് ബൈ 10,000 റേസ് ടു 0 ഇവിടെ ഡി എന്ന് പറയുന്നത് ഡയമെൻഷൻ ആണ്. ഡയമെൻഷൻ നമ്മുടെ ഈ ഒരു കേസിൽ 1 ആണ്. അല്ലല്ല 1 അല്ല, നമ്മൾ ഈ ഒരു ഡയമെൻഷൻ തന്നെ കൺസിഡർ ചെയ്യണം. സോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് 2 ആണ് വരിക. 1 2. സോ 0/2 ആയിരിക്കും നമുക്ക് കിട്ടുക, വിച്ച് മീൻസ് എം തീറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം 1 ആണല്ലോ എമ്മിന് വരുന്ന വാല്യൂ. സോ എം തീറ്റ വിൽ ബിക്കം 1. സോ 1 മൾട്ടിപ്ലൈ ബൈ 1/10,000 റേസ് ടു 2i/d ആണ്. ഐ എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ എന്താണ്? 0 തന്നെയാണ്. സോ എം തീറ്റ വിൽ ബിക്കം 1. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വരിക z ഡാഷ് എന്ന് പറയുന്നത് 0.3, 0.4 പ്ലസ് 0.4 ജെ എഴുതാം. ഇ റേസ് ടു ഐ എം തീറ്റ എന്ന് പറയുന്നത് തന്നെയായിരിക്കും വരിക. അപ്പോ ഇതിനെ നമ്മൾ വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഇപ്പോ ഈ പറഞ്ഞത് എക്സ് പ്ലസ് x0 പ്ലസ് x1 ജെ ആണെങ്കിൽ ഇ റേസ് ടു ഐ സീറ്റ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഓയിലേഴ്സ് ഇക്വേഷൻ, ഇ റേസ് ടു ഐ തീറ്റ. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ x0 കോസ് തീറ്റ പ്ലസ് ഐ x0 സൈൻ തീറ്റ പ്ലസ് x1
നമുക്കിവിടെ ഐ തന്നെ എഴുതാം. ഐ കോസ് തീറ്റ മൈനസ്, ഇവിടെ വ്യത്യാസമുണ്ട് കാരണം ഐ സ്ക്വയർ. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √-1 ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. സോ -x1 സൈൻ തീറ്റ കിട്ടും. ഇത് നമ്മൾ ഇങ്ങനെ എഴുതാം. x0 കോസ് തീറ്റ -x1 സൈൻ തീറ്റ പ്ലസ് ഐ ഇൻറ്റു x0 സൈൻ തീറ്റ പ്ലസ് x1 കോസ് തീറ്റ. ഇതിനെ നമ്മൾക്ക് ഇതുപോലെ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ദെൻ സൈൻ തീറ്റ കോസ് തീറ്റ x0 x1 എഴുതാം. ഇത് എത്രയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്, നമുക്ക് z' എഴുതി കഴിഞ്ഞാൽ ഇത് എത്രയിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിനെ r തീറ്റ എന്ന് എഴുതാം. x0 x1. നമ്മുടെ ഇവിടുത്തെ കേസിൽ തീറ്റ ഈസ് റെപ്രസെന്റഡ് ആസ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു m തീറ്റ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരിക കോസ് m തീറ്റ minus sin m theta then sin m theta cos m theta. That's x0 x1. അപ്പോൾ നമ്മുടെ ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമ്മുടെ ഈ ഒരു കേസിൽ നമ്മുടെ m തീറ്റന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 ആയിരുന്നു. സോ ഇറ്റ് വിൽ ബിക്കം cos 1 minus sin 1 and sin 1 cos 1 x0 x1. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ് എഴുതുക ഇക്വേഷൻ. x0 നമ്മൾ ഇവിടെ എഴുതിയല്ലോ 0.3 പ്ലസ് 0.4 വിത്ത് ഇ റേസ് ടു ഐ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ നമ്മൾ റിയലിലേക്കുള്ള കൺവേർഷനാണിത്. അപ്പോൾ നമുക്ക് ഇതിനെ വേറെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ z' എന്ന് പറയുന്നത് x0' ആൻഡ് x1' ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇതൊരു 2/2 മെട്രിക്സ് ആണ്, ഇതൊരു 2/1 മെട്രിക്സ് ആണ്. സോ നമുക്ക് കിട്ടുക ഒരു 2/1 മെട്രിക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് QK ആണ്. Q എന്ന് പറയുന്നത് കാറ്റിന്റെയും K എന്ന് പറയുന്നത് സാറ്റിന്റെയും ആണ്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണും. Q K എന്ന് പറയുന്നതിന്റെ റൊട്ടേറ്റഡ് നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതുവഴി നമുക്ക് ഈസി ആയിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് m-m ആണ്. അതായത് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് കാറ്റ് ഇവിടെയും സാറ്റ് ഇവിടെയും വരച്ചു കഴിഞ്ഞാൽ കാറ്റ് എന്ന് പറയുന്ന എവിടെയാണ് നമ്മൾ ഒബ്സർവർ ഉള്ളത് ആൻഡ് ഇതാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഒബ്സർവ്ഡ് എന്ന് പറയാം. അപ്പോൾ ഈ m എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, n എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, m-1 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ എന്താ ഇവിടെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ m-1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് അത് ഒബ്സർവ് ചെയ്യുന്ന ആളിനെക്കാളും ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഒബ്സർവ്ഡ് എന്ന് പറയുന്നത് ഒബ്സർവർ, ഇതാണ് ഒബ്സർവർ m ആണ്, അത് ഒബ്സർവറിനേക്കാളും ഒരു സ്റ്റെപ്പ് പുറകിലാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് -1ന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ n എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ആണ്, m എന്ന് പറയുന്നത് ഒബ്സർവറുമാണ്. സോ ഫണ്ടമെന്റലി നമ്മളൊരു ഇങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൽഫ വിച്ച് ഈസ് m തീറ്റ.
ഇത് കാറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഇത് സാറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വയറി, ഇത് ക്വയറി, ഇത് കീ. അപ്പം ഇത് റൊട്ടേറ്റഡ് ആണ്. ഇപ്പോൾ ക്യൂ ക്യാറ്റ് എന്ന് പറയുന്നത്, അതുപോലെ കെ സാറ്റ് എന്ന് പറയുന്നതും. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു.